അസ്സലാമലൈക്കും. ഫ്രിഡ്ജിൽ വെച്ച സമൂസ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ ഇന്നലെ സമൂസൻ്റെ ഒരു പ്രസ് വാങ്ങിയിരുന്നല്ലോ, ഞാൻ വീഡിയോ ഇട്ടിരുന്നു. അതിൽ സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് പുള്ളി കട്ട് ചെയ്തതാണ്. ഇത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ഈ ഓയിൽ നമുക്ക് ബാക്കിയുള്ളത് എല്ലാം കഴിഞ്ഞതിന് ശേഷം ബിരിയാണിക്ക് നല്ലതാണ് കേട്ടോ. ബിരിയാണിക്ക് കുറച്ച് നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലും ചിക്കൻ ഫ്രൈയോ ബീഫ് ഫ്രൈയോ എന്തെങ്കിലും മീൻ വറുക്കുകയാണെങ്കിലും നമുക്ക് ഈ ഓയിൽ എടുത്ത് വെച്ചിട്ട് ഇത് നല്ലതുപോലെ അരിച്ചിട്ട് എടുത്ത് വെച്ചിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ബിരിയാണിക്കൊക്കെ ഈ ഓയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാം, ഒന്നും ആകില്ല, എത്ര വേണമെങ്കിലും നമുക്ക് വെക്കാം. ഇങ്ങനെ ഉള്ളിയാക്കി എടുക്കണം കേട്ടോ. അത് ഇതങ്ങനെ ചെരിച്ച് വെച്ചതാണ്. നമ്മൾ വറുത്ത ഇന്നുള്ള എണ്ണ അങ്ങനെ ഊറി വന്നോളൂ. ഒന്ന് ചെരിച്ച് വെക്കണം കേട്ടോ. ചിക്കനുള്ള സമൂസ മഞ്ഞൾ ഉപ്പ് ഇട്ടിട്ട് വേവിച്ചതാണ്. ഇച്ചിരി കുരുമുളക് പൊടിയും ഇട്ടിരുന്നു. എന്നിട്ട് വേവിച്ചെടുത്തിട്ട് ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ഗസ് ചെയ്ത് ചിക്കന് ഉള്ളി നല്ലതുപോലെ വറുത്ത് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില മല്ലിച്ചപ്പ് പുതിന ചെറുങ്ങനെ നുറുക്കിയതാണ്. പച്ചമുളക് ഞാൻ ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്ത് ആ കൂടെ തന്നെ കറിവേപ്പിലയും ഇലകളൊന്ന് ചെറുങ്ങനെ ഇതാക്കി. അപ്പോൾ കടിക്കൂലല്ലോ സമൂസല്ലേ. ഈ ഓയിലിൽ തന്നെ നമ്മൾ ഉള്ളി പൊരിച്ചെടുത്ത ഓയിലിൽ തന്നെയാണ് വാട്ടിയത്. ഉപ്പൊക്കെ ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഇച്ചിരി കുരുമുളക് പൊടി, ഗരം മസാല, ഇച്ചിരി ചിക്കൻ മസാല. അടിപൊളി ടേസ്റ്റാണ് സമൂസ, നല്ല ടേസ്റ്റ്. ഞാൻ ഉള്ളി കുറച്ചാണ് ഇട്ടത്. കാരണം ഉള്ളി കുറക്കാൻ കാരണം മറ്റേ മതിരിക്കും, ഞാൻ വീഡിയോയിൽ പറയലുണ്ടത് മതിരിക്കും ഉള്ളി കൂടിയാൽ. അപ്പോൾ കൂടുതൽ ചിക്കനാണ്, ഞാൻ 2 കിലോ ചിക്കൻ എടുത്തിരിക്കുന്നത്. ഇത് കട്ട്ലേറ്റിനും ഞാൻ ഇതിന്ന് തന്നെ എടുക്കുന്നത്, സമൂസക്കും ഇതിന്ന് തന്നെ എടുക്കുന്നത്. കട്ട്ലേറ്റിന് ഇനി ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് ഇതിലേക്ക് ഇടും. റെഡി ആയിക്കുന്നിട്ട് നമ്മൾ സമൂസക്കുള്ള തീനും കട്ട്ലേറ്റിനുള്ള തീനും റെഡി ആയിക്കുന്നു. സമൂസ തീന് റെഡി ആയിക്കുന്നു. സമൂസക്കുള്ള മൈദ ഉപ്പിട്ട് കുറച്ച് ചൂടുവെള്ളത്തിൽ, നേരിയതല്ല, കുറച്ച് ചൂടുവെള്ളത്തിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നതുകൊണ്ട് നല്ല സോഫ്റ്റ് കിട്ടും. നേരിയ ചൂടുവെള്ളത്തിലാണെങ്കിൽ പ്രത്യേകം മൈദയല്ലേ, ആട്ട കൂട്ടുന്നില്ല, മൈദ മാത്രമാണ്. ആട്ട കൂട്ടുന്നെങ്കിൽ കൂട്ടട്ടോ. ഇവിടെ സമൂസ ഉണ്ടാക്കുമ്പം തന്നെ എൻ്റെ ചെറിയ മോള് പറയും, ഉമ്മ ആട്ട കൂട്ടരുത് കേട്ടോന്നറിയും. ഇതിപ്പോൾ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കട്ടെ. അതിന് ശേഷം നമുക്ക് കാണാം. നമ്മളെ സമൂസക്കുള്ള മാവ് റെഡിയാക്കി നല്ല സോഫ്റ്റാക്കിയിട്ട് കുഴച്ചെടുത്തേക്കുന്നു കേട്ടോ. കണ്ണൊക്കെ ഇതാക്കുന്നത് ഉറങ്ങാം ഉറങ്ങൂലൊക്കെ അവനെ.
നല്ല റെഡിയായി കിട്ടിക്കുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കിട്ടിക്കുന്നു സമൂസ. മറ്റേ 2 ആൾ വേണം, ഒരാൾ പരത്തണം. പിന്നെ തീന് കുറച്ചില്ലേ, കുറച്ച് മതി, കുറഞ്ഞ തീന് ഇടാൻ പറ്റുള്ളൂ. എനിക്കൊക്കെ സമൂസൊക്കെ ഞാൻ നല്ലപോലെ തീനിടലുണ്ടായിരുന്നു, പക്ഷെ ഇതാകുമ്പോൾ കുറഞ്ഞ തീന് മതി. കുഴപ്പമില്ല കേട്ടോ, നല്ല ഈസിയാണ്. എല്ലാവരും ആരെയും വാങ്ങിക്കാത്തവരുണ്ടെങ്കിൽ വാങ്ങിക്കുക, ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നോൽമ്പിനൊക്കെ സുഖമാണ്, ഒരാളെ കൊണ്ട് തന്നെ എല്ലാം കഴിയും. ഇങ്ങനെ സമൂസ ഉണ്ടാക്കാനും അല്ല.